നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പ്രകാരം വിവിധ വകുപ്പുകൾ വഴി നടപ്പാക്കുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചാലക്കുടി താലൂക്കിലെ ഗോത്രവർഗ മേഖലകളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. മേലൂർ പയ്യമ്പള്ളി കൊട്ടിൽ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ മഹോത്സവം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. അടുത്ത സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ എയിംസ് പ്രഖ്യാപിക്കുമെന്ന് സൂചന നൽകി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകളാണ് സ്വർണ്ണവിലയുടെ കുതിച്ചുചാട്ടത്തിന് ഉത്തരവാദികളെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വാർത്തകൾ വിശദമായി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പ്രകാരം വിവിധ വകുപ്പുകൾ വഴി നടപ്പാക്കുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചാലക്കുടി താലൂക്കിലെ ഗോത്രവർഗ മേഖലകളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. ഗോത്രവർഗ മേഖലകളായ പൊകലപ്പാറ, വാച്ചുമരം ഉന്നതികളിലാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ, കമ്മീഷൻ അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഷീല വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയത്. ഗോത്രവർഗ ഉന്നതികളിലെ ഗുണഭോക്താക്കളെ നേരിൽ കാണുകയും പൊതുവിതരണം, വനിതാ ശിശുവികസനം തുടങ്ങിയ വകുപ്പുകൾ നടത്തുന്ന പദ്ധതികളുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് കമ്മീഷൻ ഉറപ്പുവരുത്തി. വിതരണം ചെയ്യുന്ന പോഷകാഹാരങ്ങൾ ഗുണഭോക്താക്കൾ സമയബന്ധിതമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടികൾ സ്വീകരിക്കണമെന്ന് ചെയർപേഴ്സൺ നിർദ്ദേശിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി വാഴച്ചാൽ പ്രവർത്തിക്കുന്ന 15 നമ്പർ അംഗൻവാടിയും അതിരപ്പള്ളി 14 നമ്പർ അംഗനവാടിയും സംഘം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. തുടർന്ന് ഭൂരിഭാഗവും ആദിവാസി കുട്ടികൾ പഠിക്കുന്ന പെരിങ്ങൽകുത്ത് ഗവൺമെന്റ് LP സ്കൂളും സന്ദർശിച്ച് ഉച്ചഭക്ഷണ വിതരണം പരിശോധിച്ചു. ഉന്നതികളിലെ കുട്ടികൾക്ക് അർഹമായ പോഷകാഹാരം സമയബന്ധിതമായി ലഭിക്കാൻ അംഗൻവാടികളിലേക്ക് കുട്ടികളെ കൃത്യമായി അയക്കണമെന്ന് ഉന്നതി നിവാസികളോട് ഭക്ഷ്യ കമ്മീഷൻ അംഗം ഷീല വിജയകുമാർ നിർദ്ദേശിച്ചു. പരിമിത സൗകര്യങ്ങളിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരെയും ഭക്ഷ്യഭദ്രതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്ന പൊതുവിതരണം, ട്രൈബൽ, വനിതാ ശിശു വികസനം, വിദ്യാഭ്യാസ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെയും കമ്മീഷൻ അഭിനന്ദിച്ചു. മേഖലയിൽ ഭക്ഷ്യഭദ്രത പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും പ്രത്യേകം പ്രശംസിച്ചു. സന്ദർശനത്തിൽ പൊതുവിതരണം, വനിതാ ശിശു വികസനം, പൊതുവിദ്യാഭ്യാസം, പട്ടികവർഗം, റവന്യൂ, വനം, പോലീസ് തുടങ്ങിയ വകുപ്പുകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. മേലൂർ പയ്യമ്പള്ളി കൊട്ടിൽ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ മഹോത്സവം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒന്നാം ദിവസമായി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ താംബൂല പ്രശ്ന പരിഹാര ക്രിയകൾ നടക്കും. രണ്ടാം ദിവസം വ്യാഴാഴ്ച രാവിലെ 5 മണിക്ക് ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ 9 പ്രതിഷ്ഠാ ചടങ്ങുകൾ, 10 മണിക്ക് കലശം, വൈകിട്ട് 5 താലം വരവ്, രാത്രി 8:30 അന്നദാനത്തിന് ശേഷം പാരമ്പര്യ അനുഷ്ഠാന കർമ്മങ്ങളും വാക്കനാർ വാദ്യവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ CC ഉണ്ണികൃഷ്ണൻ, PK ശങ്കർദാസ്, KR രാമചന്ദ്രൻ, KK അയ്യപ്പൻ എന്നിവർ പങ്കെടുത്തു. നടക്കാണ് 2-3 മാസമായിട്ട് നിരന്തരം കുടുംബാംഗങ്ങളും അതുപോലെ നാട്ടുകാരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസികളും എല്ലാവരും സാധനത്തോടുകൂടി അപ്പോൾ യഥാർത്ഥത്തിൽ നല്ലൊരു ദൈവിക സ്ഥാനമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അതിനുശേഷം പാരമ്പര്യമായിട്ടുള്ള ഞങ്ങളുടെ അനുഷ്ഠാന കർമ്മങ്ങളും പിന്നെ ഞങ്ങളുടേതായ വാദ്യങ്ങളും ഉണ്ടാകും. തുടർന്ന് കലശച്ചടങ്ങുകൾ, ഉച്ചയ്ക്ക് 12 മണിക്ക് ഉച്ചപൂജ, അന്നദാനം, വൈകിട്ട് ഉദയപുരം മഹാമൃത്യുഞ്ജയ ക്ഷേത്ര സന്നിധിയിൽ നിന്ന്
ഞങ്ങളുടേതായ അനുഷ്ഠാന ആചാരങ്ങളോടുകൂടി തന്നെ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 13,40,11,678 രൂപ വരവും 12,41,98,600 രൂപ ചെലവും 98,13,078 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM വർഗീസ് ആണ് അവതരിപ്പിച്ചത്. സർക്കാർ അനുവദിക്കുന്ന വികസന ഫണ്ട്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, നോൺ റോഡ് മെയിന്റനൻസ് ഗ്രാന്റ് എന്നിവയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വരുമാന മാർഗങ്ങൾ. ഉൽപാദന മേഖലയിൽ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി നെൽകൃഷിക്ക് സബ്സിഡി, പാലിന് സബ്സിഡി, പച്ചക്കറി ഉൾപ്പെടെയുള്ള മറ്റു കൃഷികൾ, ആട്, കോഴി വളർത്തലിനുള്ള പശ്ചാത്തല സൗകര്യമൊരുക്കൽ, കാർഷിക വികസന പ്രോത്സാഹന പരിപാടികൾ എന്നിവയ്ക്കായി 53 ലക്ഷവും, ഉൽപാദന മേഖലയിലെ മണ്ണ്, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, ചെറുകിട ജലസേചന, ലിഫ്റ്റ് ഇറിഗേഷൻ എന്നിവയ്ക്കായി 73 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരണത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KG അമൽദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജിൻഡോ ജോൺ, വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ യുവാക്കളെ മാന്യമായ തൊഴിലും വരുമാന മാർഗവും ലക്ഷ്യമാക്കി നാട്ടിൽ തന്നെ നിലനിർത്താൻ വേണ്ട നടപടികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ വികസന പ്രശ്നങ്ങൾ വിശദമായി ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമ-ജില്ലാ പഞ്ചായത്തുകളെക്കാൾ ബ്ലോക്ക് പഞ്ചായത്തിന് വിഭവ പരിമിതികളുണ്ട്. സർക്കാർ അനുവദിക്കുന്ന വികസന ഫണ്ട്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, നോൺ റോഡ് മെയിൻ്റനൻസ് ഗ്രാന്റ് എന്നിവ മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തിന് നേരിട്ട വരുമാന മാർഗങ്ങൾ. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി നെൽകൃഷിക്ക് സബ്സിഡി. പുത്തൂർ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഭിഷേകത്തിനുള്ള പാലുമായി ആയിരങ്ങൾ പാൽക്കുട ഘോഷയാത്രയിൽ അണിനിരന്നു. ചോച്ചേരിക്കുന്നിന്റെ താഴ്വാരത്തെ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച പാൽക്കുട ഘോഷയാത്ര കുന്നുവലം വെച്ച് ക്ഷേത്ര സന്നിധിയിലെത്തി. തുടർന്ന് മുഴുവൻ ഭക്തരും തലച്ചുമടായി എത്തിച്ച പാൽ ഭഗവാന് അഭിഷേകം ചെയ്തു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും കൂയ മഹോത്സവത്തിന്റെയും കൊടിയേറ്റിന് മുന്നോടിയായാണ് പാൽക്കുട ഘോഷയാത്ര നടത്തിയത്. നാദസ്വരത്തിന്റെയും ചിന്തുപാട്ടിന്റെയും അകമ്പടിയിൽ പാൽക്കുടങ്ങൾ ശിരസിലേറ്റിയ ആയിരങ്ങളാണ് കുന്നുവലം വെച്ച് ക്ഷേത്ര സന്നിധിയിലെത്തി അഭിഷേകം കണ്ട് സായൂജ്യരായത്. ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ പൂയാഘോഷം. അടുത്ത സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ എയിംസ് പ്രഖ്യാപിക്കുമെന്ന് സൂചന നൽകി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എയിംസിനായുള്ള ശുപാർശ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയിൽ ഉൾപ്പെടുത്തുമെന്നാണ് വിവരം. കേരളത്തിലെ എയിംസിന് തത്വത്തിൽ അംഗീകാരം ആവശ്യപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം ധനമന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയിൽ 2026-27 സാമ്പത്തിക വർഷത്തെ PMSYയിൽ പദ്ധതി നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ധനമന്ത്രാലയം ആവശ്യപ്പെട്ടെന്നാണ് വിവരാവകാശ മറുപടിയിൽ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എയിംസ് അനുവദിക്കുന്നത് സംബന്ധിച്ച് BJPയും മറ്റു മുന്നണികളും തമ്മിൽ വാക്പോര് തുടരുമ്പോഴാണ് എയിംസ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് പരിഗണിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരുങ്ങുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. എയിംസിന് അനുയോജ്യമായ 3 സ്ഥലങ്ങൾ നിർദ്ദേശിക്കാൻ 2024 ജൂണിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത്. കോഴിക്കോട് ജില്ലയിലെ കിനാലൂർ, കാന്തലാട് സ്ഥിതി ചെയ്യുന്ന വില്ലേജുകളിലായി 154.43 ഏക്കർ, കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കര, അതിരമ്പുഴ ബ്ലോക്കുകളിലായി 194.85 ഏക്കർ, തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിലെ കള്ളിക്കാട് വില്ലേജിൽ നാട്ടുകാൽത്തേരി തുറന്ന ജയിലിന് സമീപത്തായി 263.45 ഏക്കർ, എറണാകുളം ജില്ലയിലെ തൃക്കാക്കര നോർത്ത് വില്ലേജിലെ 123.5 ഏക്കർ എന്നിവയാണ് യോജിച്ച സ്ഥലങ്ങളെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു.
ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകളാണ് സ്വർണ്ണവിലയുടെ കുതിച്ചുചാട്ടത്തിന് ഉത്തരവാദികളെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലോകമെമ്പാടും കേന്ദ്ര ബാങ്കുകൾ സ്വർണം കൂടുതലായി വാങ്ങിച്ചു കൂട്ടുകയാണ്. ഇതാണ് വില കുതിച്ചുയരുന്നതിന് കാരണം. RBI ബോർഡിനെ അഭിസംബോധന ചെയ്ത ശേഷം വാർത്താ സമ്മേളനത്തിൽ ധനമന്ത്രി പറഞ്ഞു. ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതുക്കിയ ആഗോള താരിഫ് ഭീഷണികളും കാരണം സ്വർണ്ണവില കുതിച്ചുയരുന്നത് തുടരുകയാണ്. കേരളത്തിൽ 1 ലക്ഷത്തിന് മുകളിലാണ് 1 പവൻ സ്വർണത്തിന്റെ വില. സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ധനമന്ത്രി പറഞ്ഞു. ഉത്സവകാല ഡിമാൻഡ് സമയത്ത് സ്വർണ്ണവില ഉയരാറുണ്ട്, എന്നാൽ പരിധികൾ ലംഘിച്ചിട്ടില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. പരമ്പരാഗതമായി സ്വർണം ഒരു ഗാർഹിക നിക്ഷേപമാണ്. ഉത്സവകാലങ്ങളിൽ പലപ്പോഴും സീസണൽ കുതിച്ചുചാട്ടം കാണാറുണ്ട്. ഞങ്ങൾ ഈ പ്രവണത നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിലകൾ ഒരു പ്രത്യേക പരിധിക്കപ്പുറം പോയിട്ടില്ല. ആഗോളതലത്തിൽ വിലയിലെ ചലനങ്ങൾക്ക് കാരണം ഉപഭോക്തൃ പെരുമാറ്റമല്ല, മറിച്ച് ഔദ്യോഗിക മേഖലയിലെ ഡിമാൻഡാണ്. ഇന്ന് മിക്ക രാജ്യങ്ങളും പ്രത്യേകിച്ച് അവരുടെ കേന്ദ്ര ബാങ്കുകൾ സ്വർണവും വെള്ളിയും വാങ്ങി സൂക്ഷിക്കുന്നു. ചൈനയും ഇന്ത്യയും സ്വർണത്തിന്റെ വലിയ ഉപഭോക്താക്കളായതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ വില വർദ്ധിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കുതിച്ചുചാട്ടത്തിന് കാരണം കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങുകയും സംഭരിക്കുകയും ചെയ്യുന്നതാണ്, ധനമന്ത്രി പറഞ്ഞു. സ്വർണ്ണവില ഉയർന്നിട്ടുണ്ടെങ്കിലും സമീപ മാസങ്ങളിൽ സ്വർണ്ണ ഇറക്കുമതി ഓർഡറുകളുടെ മൊത്തത്തിലുള്ള മൂല്യം വർദ്ധിച്ചിട്ടില്ലെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് വോട്ട് ഗുരുവായൂരിൽ. ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വോട്ട്. 697 നമ്പർ വോട്ടായാണ് ചേർത്തിരിക്കുന്നത്. അച്യുതം ഫ്ളാറ്റാണ് വിലാസമായി നൽകിയത്. സുരേഷ് ഗോപിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഫ്ളാറ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുമായിരുന്നു സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയത്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ക്രമേണ ദുർബലമാകാൻ സാധ്യതയുണ്ട്. തെക്കൻ കേരള തീരത്തിന് സമീപം തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അതിനിടെ സംസ്ഥാനത്ത് പകൽ സമയത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കും. 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള 26.62 ലക്ഷം പേർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലും പെൻഷൻ എത്തിക്കും. ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായവർക്ക് അതാത് ബോർഡുകൾ വഴിയാണ് തുക വിതരണം ചെയ്യുക. ദേശീയ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട 8.46 ലക്ഷം പേർക്കുള്ള കേന്ദ്ര വിഹിതം ലഭ്യമാകാത്ത സാഹചര്യത്തിലും പെൻഷൻ മുടങ്ങാതിരിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചു. ഈ സർക്കാർ ഇതുവരെ 49,433.83 കോടി രൂപ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തു. ഒന്നാം പിണറായി സർക്കാർ 35,154 കോടി രൂപയും നൽകി. എന്നാൽ 2011-16 കാലയളവിലെ UDF സർക്കാർ വെറും 9,011 കോടി രൂപ മാത്രമാണ് നൽകിയിരുന്നത്. UDF കാലത്ത് 600 രൂപയായിരുന്ന പെൻഷൻ ഘട്ടം ഘട്ടമായാണ് LDF സർക്കാർ 2000 രൂപയായി ഉയർത്തിയത്. കുടിശ്ശികയില്ലാതെ എല്ലാ മാസവും പെൻഷൻ വിതരണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം തുടരുന്നു. തിങ്കളാഴ്ച കുറഞ്ഞ സ്വർണ്ണവില ചൊവ്വാഴ്ച തിരിച്ചു കയറി വീണ്ടും 1,18,000 മുകളിലെത്തി. പവന് ഒറ്റയടിക്ക് 1,120 രൂപയാണ് വർദ്ധിച്ചത്. 1,18,640 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 140 രൂപയാണ് വർദ്ധിച്ചത്. 14,830 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. തിങ്കളാഴ്ച രാവിലെ പവന് ഒറ്റയടിക്ക് 1,520 രൂപ വർദ്ധിച്ച് 1,18,000 മുകളിലെത്തിയ സ്വർണ്ണവില ഉച്ചയോടെ 800 രൂപയായാണ് കുറഞ്ഞത്.
ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,17,760 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. 2-ന് രേഖപ്പെടുത്തിയ 1,07,920 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരം. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23-നാണ് പവൻ വില ആദ്യമായി 1,00,000 കടന്നത്. ഇപ്പോൾ കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ് സ്വർണ്ണവില. ആഗോള വിപണിയിലെ സാഹചര്യങ്ങളാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ചാലക്കുടി പുത്തുപറമ്പ് ചക്കാലമറ്റത്ത് വളപ്പി ആന്റണിയുടെ ഭാര്യ ആനി നിരാതയായി 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയെ. ചെറുവാളൂർ വിപ്പനാട്ട് മുല്ലപ്പള്ളി ഭാസ്കർ മേനോൻ നിരാതനായി 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുറ്റിക്കാട് കോഴിപ്പൊള്ളൻ ജോസ് ഭാര്യ കൊച്ചുത്രേസ നിരാതയായി 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പ്രകാരം വിവിധ വകുപ്പുകൾ വഴി നടപ്പാക്കുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചാലക്കുടി താലൂക്കിലെ ഗോത്രവർഗ മേഖലകളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. മേലൂർ പയ്യമ്പള്ളി കൊട്ടിൽ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ മഹോത്സവം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. അടുത്ത സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ എയിംസ് പ്രഖ്യാപിക്കുമെന്ന് സൂചന നൽകി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകളാണ് സ്വർണ്ണവിലയുടെ കുതിച്ചുചാട്ടത്തിന് ഉത്തരവാദികളെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.